ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിത്തു പീറ്റർ. അഡോബ് ഫോട്ടോഷോപ്പ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഷേപ്പുകളെ പറ്റിയിട്ടാണ്. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഷേപ്പുകൾ വരയ്ക്കുന്നത്, ഈ ഷേപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ നമ്മൾ ആൽബത്തിൽ ഇതുപോലുള്ള ഓരോ ഫോട്ടോസും അടുക്കിയിരിക്കുന്നത് ഓരോ സ്ക്വയറിനുള്ളിൽ കാണാറുണ്ട്. ഈ ഓരോ സ്ക്വയറും വരച്ചതിന് ശേഷം നമ്മൾ റീടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കുന്ന ഫോട്ടോസ് അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഷേപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഷേപ്പുകൾ എന്താണെന്ന് പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റാസ്റ്റർ ഇമേജ്, വെക്ടർ ഇമേജ്. ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഇമേജുകളാണ് കാണുന്നത്. അതിൽ ഒന്ന് റാസ്റ്റർ, ഒന്ന് വെക്ടർ. ബാക്കിയുള്ളതല്ല, അതായത് JPG, ജിഫ്, PSD എന്നൊക്കെ പറയുന്നതിന്റെ ഫോർമാറ്റുകളാണ്. ഇതെല്ലാം ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്നതായിരിക്കും. ഒന്നുകിൽ റാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് റാസ്റ്റർ, എന്താണ് വെക്ടർ? നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന, അതായത് ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന എല്ലാ ഫോട്ടോസും റാസ്റ്റർ ഇമേജുകളാണ്. അതായത് പിക്സൽ ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്. ഇപ്പോൾ ഈ ഫോട്ടോ, ഈ കണ്ടിരിക്കുന്ന കണ്ണിന്റെ ഫോട്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇമേജ് സൈസിൽ നോക്കുമ്പോൾ 225 പിക്സൽ വിഡ്ത്തും 225 പിക്സൽ ഹൈറ്റും ആണ് ഈ ഇമേജിനുള്ളത്. ഈ സെന്റിമീറ്ററിലേക്ക് മാറ്റിയാലും ആ പിക്സൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ 225 പിക്സലിലാണ് ഇത് വരച്ചേക്കുന്നത്. അളവുകൾ കാണിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ പിക്സലിലും ഈ നിറം എന്നത് പറഞ്ഞു കൊടുത്താണ് നമ്മളുടെ മുൻപിലുള്ള ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പിക്സലുകൾ തെളിഞ്ഞു വരുന്നത് കാണാൻ കഴിയും. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ ഓരോ പിക്സലിലും, നേരത്തെ പറഞ്ഞ 225 പിക്സലുകളാണ് വലത്തെ ഭാഗത്തേക്കുള്ളത്. ആ ഓരോ പിക്സലിലും ഓരോ നിറങ്ങൾ പറഞ്ഞു കൊടുത്താണ് നമ്മളുടെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എണ്ണം എത്രയും കൂടുന്നു അത്രത്തോളം വ്യക്തമായിട്ടിരിക്കും ഇമേജുകൾ. അതുകൊണ്ടാണ് നമ്മൾ റെസല്യൂഷൻ പറയുന്നത്. ഓരോ ക്യാമറയ്ക്കും ഇത്ര റെസല്യൂഷൻ ഉണ്ട്, 5000 ഇത്ര റെസല്യൂഷൻ ഉണ്ട്, 6000 റെസല്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് പിക്സലുകളാണ്. ഇനി എന്താണ് വെക്ടർ ഇമേജ് എന്ന് നോക്കാം. വെക്ടർ ഇമേജിൽ നമുക്ക് ഇതുപോലുള്ള പിക്സലിന്റെ കണക്കുകളില്ല. അതിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ഒരു കർവ്, അവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെ ഉണ്ടാകുന്ന ഷേപ്പിനകത്ത് ഒരു റെഡ് കളർ, അങ്ങനെയുള്ള ഇക്വേഷൻസ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് എത്ര വലുതാക്കിയാലും അതിൽ യാതൊരു തരത്തിലുള്ള മങ്ങലോ ഇതുപോലുള്ള ക്ലാരിറ്റി പ്രശ്നമോ ഉണ്ടാകാറില്ല. വെക്ടറുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഇലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ഇൻസ്കേപ്പ് തുടങ്ങിയവ. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഷേപ്പുകൾ വരയ്ക്കുമ്പോഴും ഇത് ഒരു വെക്ടർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമേജുകൾ എത്രത്തോളം വലുതാക്കിയാലും അതിന് ക്ലാരിറ്റിയിൽ ഒരു ഇഷ്യൂവും ഉണ്ടാവില്ല. അത് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ എഡ്ജസിലോ എങ്ങും ഒരു മങ്ങലോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല, ക്ലിയർ ആയിരിക്കും. പക്ഷെ നമ്മൾ വരയ്ക്കുന്നത് ഒരു റാസ്റ്റർ ബേസ്ഡ് ക്യാൻവാസിലാണെന്ന് ഓർമ്മ വേണം. അതായത് ഇത്ര റെസല്യൂഷൻ പിക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻവാസിൽ നമ്മൾ വരയ്ക്കുന്നതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ എഡ്ജസിൽ ആ പിക്സലുകൾ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനെ വലുതാക്കിയാലും ചെറുതാക്കിയാലും ഷാർപ്പായി തന്നെയാവും ഉണ്ടാവുക. ഇതേ സ്ഥാനത്ത് ഞാനൊരു റാസ്റ്റർ ഇമേജ് വലുതാക്കി കാണിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ക്ലാരിറ്റി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് റാസ്റ്റർ ഇമേജും വെക്ടർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഷേപ്പുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടൂൾ ബോക്സിൽ താഴെയായിട്ട് ആണ് ഷേപ്പ് ടൂൾ കാണുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് U ആണ്. നമ്മുടെ ഷേപ്പ് ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റെക്ടാംഗിൾ ടൂൾ, റൗണ്ടഡ് റെക്ടാംഗിൾ ടൂൾ, എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ, ലൈൻ ടൂൾ, കസ്റ്റം ഷേപ്പ് ടൂൾ, അങ്ങനെ ഒരുപാട് ടൂളുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഓരോ ടൂളും എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓപ്ഷൻ ബാറിൽ മാറ്റങ്ങൾ വരുന്നതും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ആദ്യം റെക്ടാംഗിൾ ടൂൾ എന്താണെന്ന് നോക്കാം. റെക്ടാംഗിൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ എന്നതേ ഉള്ളൂ. അപ്പം റെക്ടാംഗിൾ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റെക്ടാംഗിൾ അവിടെ വന്നിട്ടുണ്ട്. ഈ റെക്ടാംഗിളിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുകളിൽ കാണുന്ന ഫിൽ എന്നുള്ളത് റെക്ടാംഗിളിന്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് റെക്ടാംഗിൾ ഏത് കളർ വേണം എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കാം. ഇനി അടുത്ത സ്ട്രോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ചുറ്റുമുള്ള നിറം ഏത് വരണം എന്നുള്ളതാണ്. ഈ ബോക്സിൽ ചുറ്റുമുള്ള നിറം പറഞ്ഞു കൊടുക്കാം. അതിന് ആവശ്യമില്ല എങ്കിൽ ഈ ഒരു വൈറ്റ് ബോക്സിൽ ഒരു ക്രോസ് ഇട്ടിട്ടുള്ള ഐക്കൺ കാണാൻ കഴിയും. അത് നോ കളർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിറമൊന്നും കാണിക്കുകയില്ല. ഇതേ ഓപ്ഷൻ തന്നെ ഫില്ല് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നിറമൊന്നും ആവശ്യമില്ലെങ്കിൽ അത് അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് കസ്റ്റം ഈ കാണിച്ചിരിക്കുന്ന റീസെൻ്റ്ലി യൂസ്ഡ് കളേഴ്സ് അല്ലാതെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മറ്റ് കളറുകൾ വേണമെങ്കിൽ ഈ വലത്ത് ഭാഗത്ത് മുകളിലായി കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ പിക്കർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രോക്കിന് വലത് ഭാഗത്ത് ഒരു 5 പിക്സൽ എന്തെങ്കിലും ഒരു അളവ് എഴുതിയിട്ടുണ്ടാവും. അത് ആ സ്ട്രോക്കിന്റെ തിക്നെസ് ആണ്. സ്ട്രോക്ക് റെഡ് ഞാൻ കൊടുത്തു, അതിനൊരു 55 കൊടുക്കുകയാണെങ്കിൽ സ്ട്രോക്കിന് 55 പിക്സൽ തിക്നെസ് വന്നതായിട്ട് കാണാൻ കഴിയും. ഇനി അതിന് വലത് ഭാഗത്തായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്. ഈ ലൈനുകൾ സ്ട്രോക്ക് ഏത് തരത്തിൽ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വലത് ഭാഗത്ത് കാണിക്കുന്ന WH നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് അതിന്റെ വിഡ്ത്തും ഹൈറ്റുമാണ്. ചേഞ്ച് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഇത്രയും കാര്യങ്ങളെ നോക്കേണ്ടതുള്ളൂ. ഇനി അത് ആദ്യം കാണിച്ചിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ, ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഉണ്ട്. നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഷേപ്പ് എന്നുള്ളതായിരിക്കണം തിരഞ്ഞെടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഷേപ്പിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ഷേപ്പ് ടൂൾ നോക്കാം. റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ. അതാണ് നമ്മൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതെങ്കിൽ ഇതിന്റെ എഡ്ജുകൾ കർവ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ മുൻപ് സെറ്റ് ചെയ്ത ഫില്ല്, സ്ട്രോക്ക്, 55 പിക്സൽ എല്ലാം അതുപോലെ തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ വലതു ഭാഗത്ത് ഒരു 30 പിക്സൽ റേഡിയസ് എന്ന് കാണാം. ഈ 30 പിക്സൽ എന്നുള്ളത് ഈ എഡ്ജ് എത്രത്തോളം കർവായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് എന്താ ഉള്ളത് നോക്കാം. എലിപ്സ് ടൂൾ. എലിപ്സ് ടൂള് നമുക്ക് ഒരു റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താണ് വരയ്ക്കുന്നതെങ്കിൽ അതിനൊരു കൃത്യമായ വൃത്തമായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിക്കുമ്പോഴും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ടൂള് പോളിഗൺ ടൂളാണ്. പോളിഗൺ ടൂൾ എടുക്കുമ്പോൾ നമ്മളെ ഓപ്ഷൻ ബാറിൽ സൈഡ് എന്നുള്ള ഒരു ബോക്സ് ആണ് പുതിയതായിട്ട് വരുന്നത്. ഒരു 3 എന്ന് സൈഡിന്റെ വാല്യൂ മാറ്റുകയാണ്. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 3 സൈഡുള്ള ഒരു പോളിഗൺ, അതായത് ട്രയാങ്കിൾ ആയി വരുന്നത് കാണാൻ കഴിയും. നമുക്ക് 5 കൊടുക്കുകയാണെങ്കിൽ 5 വശങ്ങളുള്ള ഒരു പോളിഗൺ ഷേപ്പ്. അപ്പോൾ എത്ര നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം വശങ്ങളുള്ള ഒരു ഷേപ്പായിട്ട് അത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ടുള്ളത് ലൈൻ ടൂളാണ്. ലൈൻ ടൂൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ലൈൻ ടൂൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് എത്ര പിക്സലാണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും കിട്ടുന്ന ലൈനിന്റെ തിക്നെസ്. നോർമലി നമ്മൾ ഷേപ്പുകൾ ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഷേപ്പ് ടൂളിലുള്ളത് കസ്റ്റം ഷേപ്പ് ടൂൾ എന്നൊരു ഓപ്ഷനാണ്. കസ്റ്റം ഷേപ്പ് ടൂൾ വരികയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബാറിൽ വലത് ഭാഗത്ത് ഷേപ്പ് എന്ന ഒരു ബോക്സിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ കഴിയും. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റം ഷേപ്പുകൾ അതിൽ ലഭിക്കും. ഇതിൽ ഏത് ഷേപ്പ് ഉപയോഗിച്ചാലും ഇതൊരു വെക്ടർ ആണെന്നുള്ള ഓർമ്മ വേണം. നമുക്ക് എത്ര വേണമെങ്കിലും അതിനെ റീസൈസ് ചെയ്യാൻ കഴിയും. വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഷേപ്പ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂളിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ, പാത്ത് സെലക്ഷൻ ടൂൾ, അങ്ങനെ 2 ടൂളുകളാണ് നമ്മുടെ ഷേപ്പ് ടൂളിന് മുകളിലായിട്ട് കാണുന്നത്. നമ്മുടെ മുൻപിലുള്ള ഈ ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 4 ആങ്കർ പോയിന്റുകൾ ചേർത്തിട്ടാണ്. അതായത് ഇതിന്റെ 4 മൂലകളായി കാണുന്ന ഈ ചെറിയ അടയാളങ്ങളെ നമ്മൾ ആങ്കർ പോയിന്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഷേപ്പിലെ ഒരു ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്ത് അതിനെ മൂവ് ചെയ്താൽ ഇത് മറ്റൊരു ഷേപ്പായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോ ആങ്കർ പോയിന്റുകളിലും സെലക്ട് ചെയ്ത് നമ്മുടെ മുൻപിലുള്ള ഷേപ്പിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി കസ്റ്റം ഷേപ്പ് ടൂളിൽ നമുക്ക് ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഈ ആരോ മാർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 4 ആങ്കർ പോയിന്റ്സ് ചേർത്തിട്ടാണ്. നമ്മുടെ റെക്റ്റാങ്കിളിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിനെയും ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ആങ്കർ പോയിന്റ്സ് സെലക്ട് ചെയ്ത് വരച്ച് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു വെഡിങ് ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പാത്തിനെ പറ്റി ഇത്രയും അറിഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. പാത്തുകൾ വരയ്ക്കാനും അതിൽ ആങ്കർ പോയിന്റ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. അപ്പോൾ എൻ്റെ
ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ ചാപ്റ്ററുകൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.